ഹലോ നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലിങ്സ്റ്റൺ അച്ഛൻ. ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ റെയിൽവേ ഗേറ്റ് കടക്കേണ്ടതായി വന്നു. പക്ഷേ ഗേറ്റ് ക്ലോസ് ചെയ്തിരുന്നതുകൊണ്ട് അല്പസമയം കാത്തിരിക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ ആ ഗേറ്റിന് സമീപത്തേക്ക് വന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ട്രെയിൻ ആ വഴി പോയത്. അപ്പോൾ ആ കുട്ടികൾ ചെയ്തിരുന്നത് ആ ഗേറ്റിനരികെ നിന്ന് കൈവീശുന്നു. ഇടയ്ക്ക് അവർ ശബ്ദമുണ്ടാക്കി സന്തോഷിക്കുന്നു. എന്താണ് കാര്യമെന്നറിയാൻ ഞാൻ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഇവർ കൈവീശി ട്രെയിനിലുള്ള യാത്രക്കാരോട് അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ ചില യാത്രക്കാർ മാത്രം തിരിച്ചും അഭിസംബോധനം ചെയ്യും. അങ്ങനെ തിരിച്ചും അഭിസംബോധന ലഭിക്കുമ്പോൾ ഇവർ ഉറക്കെ ശബ്ദമുണ്ടാക്കി സന്തോഷിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചയമില്ലാത്തവർ, ഇനി കണ്ടുമുട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്തവർ, തികച്ചും അപരിചിതർ. എന്നിട്ടും ഈ കുട്ടികൾ അതിൽ സൗഹൃദവും സന്തോഷവും കണ്ടെത്തുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുകയും അത് പങ്കിടുകയും ചെയ്യുന്നവർ, അവർ സംതൃപ്തരാണ്. മറ്റൊരിക്കൽ ഒരു 80 വയസ്സുകാരൻ എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ ചോദ്യം എങ്ങനെയാണ്, ഒരു 80 വയസ്സുകാരൻ എത്രമാത്രം തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ സാധിക്കും? അങ്ങനെ ഞാൻ ഒരു ദിവസം ആ ഭവനത്തിൽ ചെന്നപ്പോൾ തളർന്നു കിടക്കുന്ന ഒരമ്മ ശരീരമാകെ ഒട്ടിക്കിടക്കുന്നു. ആ ഭാര്യയെ നോക്കി ഇങ്ങനെ എന്നോട് ആ ചേട്ടൻ പറഞ്ഞു, ഫാദർ, ഐ ആം 80 ബട്ട് സ്റ്റിൽ ഐ ലവ് മൈ വൈഫ്. ഐ ക്യാൻ സ്പെൻഡ് മൈ മണി ഫോർ ഹെർ ട്രീറ്റ്മെൻറ്റ്. ഇത് പറഞ്ഞ് അദ്ദേഹം ഒന്ന് വിതുമ്പി. ഭാര്യയെക്കുറിച്ചുള്ള ആവലാതികളില്ല. തനിക്ക് നൽകാവുന്നതിലും അധികം കൊടുക്കുന്ന ഒരു ഭർത്താവ്. അദ്ദേഹം സംതൃപ്തനാണ്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അസംതൃപ്തരാണ്. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ആർ. നമ്മളാരും തൃപ്തരല്ല. ഒരിക്കൽ ഒരു സന്യാസി വളരെ അസംതൃപ്തിയോടെ നട്ടുച്ച നേരത്ത് കൊടും വെയിലിൽ ചൂടിനെ പ്രതി അസ്വസ്ഥതപ്പെട്ട് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ പോകുന്ന വഴി ആ നട്ടുച്ച സമയത്ത് തന്നെ ടാറുരുക്കുന്നിടത്ത് പുകയടിച്ചു നിൽക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. പെട്ടെന്ന് സന്യാസിക്ക് ഒരു ബോധം വന്നു. ഞാൻ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ എത്രയോ അധികമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു. ഈ ചിന്തകൾ തന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന മേഖലയിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചു. സംതൃപ്തിയോടെ യാത്ര തുടരാനും കഴിഞ്ഞു. സംതൃപ്തിയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ കൂട്ടിവയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു ഇറ്റാലിയൻ കവി ടൊർക്കാട്ടോ ടാസോ ചാൾസ് 9 രാജാവിനോട് ചോദിച്ചു, ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ആരാണ് എന്ന്. രാജാവ് മറുപടി പറഞ്ഞു, ദൈവമാണെന്ന്. ടൊർക്കാട്ടോ ടാസോ വീണ്ടും ചോദിച്ചു, മനുഷ്യരിൽ ആർക്കാണ് ഏറ്റവും സന്തോഷമുള്ളത്? രാജാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ദൈവം കൂടെയിരിക്കുന്നവരാരോ അവരാണ് ഏറ്റവും സന്തോഷമുള്ളത്. ഹൃദയത്തിൽ ദൈവത്തിനിടം നൽകുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ജനനത്തിനായി ലോകം മുഴുവൻ ഒരുങ്ങുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തരാകാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനുമാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ജന്മം നൽകാൻ അവർക്ക് മണിമാളികകളല്ല ലഭിച്ചത്, മറിച്ച് കാര്യങ്ങളുടെ സങ്കേതമായിരുന്ന ഒരു തൊഴുത്താണ്. അവിടെ വെച്ചാണ് ഈശോ ജനിച്ചത്. സംതൃപ്തിയോടെ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും അതിനെ ഉൾക്കൊണ്ടു. ആ സാഹചര്യത്തെ മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടി ഉൾക്കൊണ്ടു. ദൈവം ഒപ്പമുള്ളിടത്തെല്ലാം സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദൈവം നമ്മോടൊപ്പമായി തീരുന്ന ഈ തിരുനാളിനെ അനുസ്മരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, സംതൃപ്തിയുള്ള ഹൃദയം എനിക്കും തരണമേ എന്ന്. ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു.